സിറ്റി വിഷൻ വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. കാട്ടാനാക്രമണത്തിൽ ടാപ്പിംഗ് തൊഴിലാളിക്ക് ദാരുണാന്ത്യം. പെരുവന്താനം പഞ്ചായത്തിലെ മദമ്പയിലാണ് ടാപ്പിംഗ് തൊഴിലാളിയായ കാഞ്ഞിരപ്പള്ളി തമ്പലക്കാട് സ്വദേശി പുരുഷോത്തമനെ കാട്ടാന കൊലപ്പെടുത്തിയത്. മണ്ണിടിച്ചിലുണ്ടായ മൂന്നാർ ദേവികുളം റോഡിൽ ഗതാഗതം പുനഃസ്ഥാപിക്കുന്നതിനുള്ള ശ്രമം ആരംഭിച്ചു. വൻതോതിൽ ഇടിഞ്ഞെത്തിയ മണ്ണ് നീക്കാൻ ദിവസങ്ങൾ വേണ്ടിവരും. കാലാവസ്ഥ അനുകൂലമായത് ആശ്വാസം. മുന്നറിയിപ്പുകൾക്ക് പുല്ലുവില. അപകടങ്ങൾ തുടർക്കഥയായിട്ടും അപകട ഭീഷണി ഉയർത്തി നിൽക്കുന്ന മരങ്ങൾ മുറിച്ചു നീക്കാൻ നടപടിയില്ല. സംസ്ഥാന ദേശീയ പാതയോരത്തും നിലം പൊത്താറായി നിരവധി മരങ്ങൾ. കാറ്റും മഴയും നാശം വിതച്ചതിനൊപ്പം ഏലച്ചെടികൾ കഴുകൽ രോഗബാധയും വ്യാപകമാകുന്നു. രോഗബാധ വരുംകാല ഉൽപാദനത്തെയും പ്രതികൂലമായി ബാധിക്കും. സർക്കാർ സഹായം കാത്ത കർഷകർ. വിശദമായ വാർത്തകളിലേക്ക്. കാട്ടാന ആക്രമണത്തിൽ ടാപ്പിംഗ് തൊഴിലാളിക്ക് ദാരുണാന്ത്യം. പെരുവന്താനം പഞ്ചായത്തിലെ മദമ്പയിലാണ് ടാപ്പിംഗ് തൊഴിലാളിയായ കാഞ്ഞിരപ്പള്ളി തമ്പലക്കാട് സ്വദേശി പുരുഷോത്തമനെ കാട്ടാന ആക്രമിച്ച് കൊലപ്പെടുത്തിയത്. മകന്റെ മുന്നിൽ വെച്ചാണ് കാട്ടാന പുരുഷോത്തമനെ കൊലപ്പെടുത്തിയത്. സംഭവത്തിൽ വനം വകുപ്പിനെതിരെ ശക്തമായ പ്രതിഷേധവുമായി നാട്ടുകാരും രംഗത്തെത്തി. രാവിലെ 10:30യോടെയാണ് സംഭവം. മദമ്പിയിലെ റബ്ബർ തോട്ടത്തിൽ ടാപ്പിംഗ് നടത്തുകയായിരുന്നു പുരുഷോത്തമനും മകനും ചേർന്ന്. ഇതിനിടയിലെത്തിയ കാട്ടാനക്കൂട്ടം പുരുഷോത്തമന്റെ മകനെയാണ് ആദ്യം ആക്രമിച്ചത്. ഇയാൾ ഓടി രക്ഷപ്പെട്ടു. ഇതിനിടയിൽ പുരുഷോത്തമന് നേരെ തിരിഞ്ഞ കാട്ടാന ഇയാളെ അടിച്ചു വീഴ്ത്തി. ഗുരുതരമായി പരിക്കേറ്റ പുരുഷോത്തമനെ മുണ്ടക്കയത്തെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മരണം സംഭവിച്ചിരുന്നു. കഴിഞ്ഞ കുറച്ചു നാളുകളായി മേഖലയിൽ കാട്ടാനക്കൂട്ടം തമ്പടിച്ചിരിക്കുന്ന സാഹചര്യമാണെന്ന് പൊതുപ്രവർത്തകരും നാട്ടുകാരും ആരോപിക്കുന്നു. സേവനം ഉണ്ടായിരുന്നെങ്കിൽ പോലും ഇത് നിത്യമായിട്ടുള്ള സംഭവമാണ്. ഇന്നലെ അത്രയും രൂക്ഷമായിട്ടുള്ള പ്രവർത്തനം അവിടെ ആന നടത്തിയുകൊണ്ടാണ് ഇന്നലെ ഇങ്ങനൊരു സേവനം ഞങ്ങൾക്ക് കിട്ടിയത്. പക്ഷേ എന്നും ഇത് അവിടെ അരങ്ങേറുക. അപ്പോൾ കഴിഞ്ഞ ഒരു ഫെബ്രുവരിയിലാണ് അവിടെ മറ്റൊരാളെ, നമ്മുടെ സോഫിയ എന്ന് പറയുന്ന ആളെ ആന ചവിട്ടിക്കൊന്ന്. അത് കഴിഞ്ഞാണ് വീണ്ടും ഇന്നിപ്പോൾ ഇവിടെ തമ്പലക്കാട്ടുള്ള ആൾ ഇവിടെ വെട്ടിന് വന്ന ആൾക്കാരാണ്. അവർ അവർ വീട്ടുകാരും ദിവസവും രാവിലെ വൈകിട്ടും വന്നു പോകുന്നവരാണ്. ആ ആന ഇന്ന് കൊയിഞ്ഞാട്ടുള്ളൊരു സ്ഥലത്ത് ഒരാളുടെ കൃഷികൾ നശിപ്പിച്ചതിന് ശേഷമാണ് ഇന്ന് ഇങ്ങനെയൊരു ദുരന്തവും കൂടെ ഉണ്ടായത്. വനം വകുപ്പ് കാര്യക്ഷമമായി ഇടപെടുന്നില്ലെന്ന് ആരോപിച്ച് പ്രതിഷേധവുമായി നാട്ടുകാരും പൊതുപ്രവർത്തകരും രംഗത്തെത്തി. എല്ലാ ദിവസവും വന്നിട്ട് അതിനൊരു പരിഹാരം കൊല്ലപ്പെട്ട പുരുഷോത്തമന്റെ മൃതദേഹം പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തീകരിച്ച് ബന്ധുക്കൾക്ക് വിട്ടു നൽകും. അതേസമയം മേഖലയിൽ അനുദിനം വർദ്ധിച്ചു വരുന്ന കാട്ടാന ശല്യത്തിൽ വനം വകുപ്പ് നടപടികൾ സ്വീകരിക്കാത്തതിനെതിരെ ശക്തമായ പ്രതിഷേധത്തിലേക്ക് നീങ്ങുവാനാണ് നാട്ടുകാരുടെ അടക്കം തീരുമാനം. സിറ്റി വിഷൻ, പീരുമേട്. വലിയ തോതിൽ മണ്ണിടിച്ചിലുണ്ടായ മൂന്നാർ ദേവികുളം റോഡിൽ ഗതാഗതം പുനഃസ്ഥാപിക്കുന്നതിനുള്ള ശ്രമം ആരംഭിച്ചു. വൻതോതിൽ ഇടിഞ്ഞെത്തിയിട്ടുള്ള മണ്ണ് നീക്കാൻ ദിവസങ്ങൾ വേണ്ടിവരുമെന്നാണ് വിലയിരുത്തൽ. മഴയുടെ ശക്തി കുറഞ്ഞുവെങ്കിലും പ്രദേശത്ത് ഇപ്പോഴും മണ്ണിടിച്ചിൽ സാധ്യത നിലനിൽക്കുന്നുണ്ട്. ശനിയാഴ്ച രാത്രിയും ഞായറാഴ്ച പുലർച്ചെയുമായിട്ടായിരുന്നു ബൊട്ടാണിക്കൽ ഗാർഡന് സമീപം മണ്ണിടിച്ചിലുണ്ടായത്. മൂന്നാർ ദേവികുളം റോഡിൽ മണ്ണിടിഞ്ഞിട്ടുണ്ടായിട്ടുള്ള ഗതാഗത തടസ്സം നീക്കാനുള്ള ശ്രമമാണ് തുടങ്ങിയിട്ടുള്ളത്. ശനിയാഴ്ച രാത്രിയും ഞായറാഴ്ച പുലർച്ചെയുമായി മൂന്നാർ ബൊട്ടാണിക്കൽ ഗാർഡന് സമീപം ദേശീയപാതയിലേക്ക് വലിയ തോതിൽ കല്ലും മണ്ണും ഇടിഞ്ഞെത്തിയതാണ് ഗതാഗതം പൂർണ്ണമായി തടസ്സപ്പെട്ടത്. മണ്ണിടിച്ചിലിൽ അകപ്പെട്ട ഒരാൾ മരണപ്പെടുകയും ചെയ്തിരുന്നു. മണ്ണുമാന്തി യന്ത്രങ്ങൾ എത്തിച്ച ഒരു ഭാഗത്തു നിന്നുമാണ് മണ്ണ് നീക്കി തുടങ്ങിയിട്ടുള്ളത്. ദേശീയപാതയിൽ നിന്നും താഴേക്കും വലിയ തോതിൽ മണ്ണിടിഞ്ഞെത്തിയിട്ടുണ്ട്. വൻതോതിൽ ഇടിഞ്ഞെത്തിയിട്ടുള്ള മണ്ണ് നീക്കാൻ ദിവസങ്ങൾ വേണ്ടിവരുമെന്നാണ് വിലയിരുത്തൽ. റോഡ് ബ്ലോക്ക് മാറ്റി എടുക്കാൻ ഒരാഴ്ചത്തെ സമയമാകും. ഇത് നിറയെ മണ്ണിടിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി ഇടിഞ്ഞ് നിൽക്കുന്ന മണ്ണുകളൊക്കെ ക്ലിയർ ചെയ്തിട്ട് വേണം ശരിയാക്കി. മഴയുടെ ശക്തി കുറഞ്ഞുവെങ്കിലും പ്രദേശത്തിപ്പോഴും മണ്ണിടിച്ചിൽ സാധ്യത നിലനിൽക്കുന്നുണ്ട്. ഇന്നും ഈ ഭാഗത്ത് നേരിയ തോതിൽ മണ്ണിടിച്ചിലുണ്ടായി. മണ്ണിടിച്ചിൽ സാധ്യത നിലനിൽക്കുന്നത് കഴിഞ്ഞ 2 ദിവസങ്ങളിലും മണ്ണ് നീക്കുന്ന ജോലികൾ തുടങ്ങുന്നതിന് തടസ്സമായി നിന്നിരുന്നു. അതീവ ജാഗ്രതയോടെയാണ് മണ്ണ് നീക്കുന്ന ജോലികൾ നടന്നുവരുന്നത്. മണ്ണ് പൂർണ്ണമായി നീക്കാൻ ഒരാഴ്ചയോളമെങ്കിലും വേണ്ടിവരുമെന്നാണ് കണക്കാക്കുന്നത്. 2018 മൂന്നാർ ദേവികുളം റോഡിൽ ബൊട്ടാണിക്കൽ ഗാർഡന് സമീപം സമാന രീതിയിൽ വലിയ മണ്ണിടിച്ചിൽ സംഭവിച്ചിരുന്നു. സിറ്റി വിഷൻ, മൂന്നാർ. മുന്നറിയിപ്പുകൾക്ക് പുല്ലുവില. അപകടങ്ങൾ തുടർക്കഥയായിട്ടും അപകട ഭീഷണി ഉയർത്തി നിൽക്കുന്ന മരങ്ങൾ മുറിച്ചു നീക്കാൻ ബന്ധപ്പെട്ട വകുപ്പുകൾ തയ്യാറാകുന്നില്ല. സംസ്ഥാന ദേശീയപാതയോരത്തും പൊന്മുടി അടക്കമുള്ള വിനോദസഞ്ചാര മേഖലകളിലേക്കുമുള്ള വഴിയരികിൽ നിലം പൊത്താറായി നിൽക്കുന്നത് 100 കണക്കിന് മരങ്ങൾ. കഴിഞ്ഞ ദിവസങ്ങളിൽ പെയ്ത ശക്തമായ മഴയിലും നിരവധി ഇടങ്ങളിലാണ് മരങ്ങൾ കടപുഴകിയും ഒടിഞ്ഞു വീണും അപകടമുണ്ടായത്.
പൊന്മുടി ഡാം ആൻഡ് ഡെയിൽ ടൂറിസം കേന്ദ്രത്തിലേക്ക് പോകുന്ന റോഡരികിൽ മൺതിട്ടകൾക്ക് മുകളിൽ നിലംപൊത്താറായി നിൽക്കുന്നത് നിരവധി കൂറ്റൻ തേക്കുമരങ്ങൾ. കാലവർഷം ആദ്യം പെയ്ത മഴയിൽ ഇവിടെ നിരവധി മരങ്ങൾ കടപുഴക്കി KSEBക്ക് ലക്ഷങ്ങളുടെ നാശനഷ്ടമുണ്ടായിരുന്നു. അപകട ഭീഷണി ഉയർത്തി നിൽക്കുന്ന മരങ്ങളെ സംബന്ധിച്ച് നിരവധി വാർത്തകൾ പുറത്തുവരികയും ചെയ്തിരുന്നു. എന്നാൽ മരങ്ങളുടെ ഉടയോരായ വനം വകുപ്പ് ഇവ മുറിച്ചു നീക്കുന്നതിന് ഒരുവിധ നടപടിയും സ്വീകരിച്ചിട്ടില്ല. നിലവിൽ മഴയ്ക്ക് നേരിയ ശമനമുള്ള സാഹചര്യത്തിൽ ഇത്തരം മരങ്ങൾ അടിയന്തരമായി മുറിച്ചു നീക്കണമെന്നതാണ് ഉയരുന്ന ആവശ്യം. നമുക്കറിയാം, സംസ്ഥാന പാതയിലും ദേശീയപാതയിലുമൊക്കെ ഒത്തിരി മരങ്ങൾ മുറിച്ചു മാറ്റാൻ വേണ്ടി അപേക്ഷ കൊടുക്കുകയും കാര്യങ്ങൾ ചെയ്തെങ്കിലും അതൊന്നും വെട്ടിമാറ്റുവാൻ ഇതുവരെ തയ്യാറായിട്ടില്ല. നമ്മുടെ അടുത്ത പ്രദേശമായ ഏറ്റവും കൂടുതൽ ടൂറിസ്റ്റുകൾ വന്നു പോകുന്ന പൊന്മുടിയിൽ നൂറുകണക്കിന് മരങ്ങൾ പൈസയിട്ട് നിൽക്കുകയും അത് വെട്ടിമാറ്റുന്ന സാഹചര്യം ഉണ്ടാകുന്നതിന് വേണ്ടിയുള്ള അപേക്ഷകൾ കൊടുത്തിട്ടും അത് വെട്ടിമാറ്റാൻ ഇതുവരെ അതിന്റെ വേണ്ടപ്പെട്ടവർ തയ്യാറായിട്ടില്ല. ഇവിടെ മാത്രമല്ല, സംസ്ഥാന ദേശീയപാതകളിലും നിരവധി മരങ്ങളാണ് അപകട ഭീഷണി ഉയർത്തി നിൽക്കുന്നത്. കൊച്ചി ധനുഷ്കോടി ദേശീയപാതയിൽ ബോഡിമെട്ട് മുതൽ ദേവികുളം വരെയുള്ള ഭാഗങ്ങളിൽ 150-ലധികം മരങ്ങളാണ് ഏത് നിമിഷവും നിലംപൊത്താവുന്ന തരത്തിൽ നിൽക്കുന്നത്. ഓരോ മഴക്കാലം എത്തുന്നതിനു മുമ്പും ജില്ലാ ഭരണകൂടം ഇത്തരം മരങ്ങൾ മുറിച്ചു നീക്കുന്നതിന് ബന്ധപ്പെട്ട വകുപ്പുകൾക്ക് നിർദ്ദേശം നൽകുമെങ്കിലും ഒരിക്കൽ പോലും ഇത് നടപ്പിലാക്കാറില്ല. അതുകൊണ്ട് തന്നെ ഇത്തവണ ദേശീയപാതയിലും സംസ്ഥാന പാതയിലും മരം വീണ നിരവധി അപകടങ്ങളാണ് ഉണ്ടായത്. പലരുടെയും ജീവൻ രക്ഷപ്പെട്ടതും തലനാരിഴയ്ക്കാണ്. കളക്ടറുടെ ഉത്തരവ് നടപ്പിലാക്കാൻ തയ്യാറാകാത്ത ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി സ്വീകരിക്കണമെന്നാണ് ഇപ്പോൾ ഉയരുന്ന ആവശ്യം. സിറ്റി വിഷൻ, രാജാക്കാട്. കാറ്റും മഴയും നാശം വിതച്ചതിനൊപ്പം ഏലച്ചെടികൾക്ക് അഴുകൽ രോഗബാധയും വ്യാപകമാകുന്നു. ശക്തമായ മഴയിൽ ഏക്കർ കണക്കിന് ഏലമാണ് അഴുകി നശിച്ചത്. നിലവിലുണ്ടായിരിക്കുന്ന രോഗം വരും കാല ഉൽപാദനത്തെയും പ്രതികൂലമായി ബാധിക്കും. കടുത്ത പ്രതിസന്ധി നേരിടുമ്പോഴും കർഷകർക്ക് കൈത്താങ്ങാകേണ്ട സ്പൈസസ് ബോർഡ് ഏലം കർഷകരെ തിരിഞ്ഞു നോക്കുന്നില്ലെന്ന് ആക്ഷേപം. കഴിഞ്ഞ ദിവസങ്ങളിൽ ആഞ്ഞുവീശിയ കാറ്റിലും ശക്തമായ മഴയിലും ഏലച്ചെടികൾ വ്യാപകമായി ഒടിഞ്ഞു നശിച്ചിരുന്നു. ഇതിന് പിന്നാലെ ബാക്കി നിൽക്കുന്ന ഏലച്ചെടികൾക്ക് അഴുകൽ രോഗബാധയും വ്യാപകമായി. ഏക്കർ കണക്കിന് ഏലമാണ് അഴുകി നശിച്ചത്. ഇത്തവണ മികച്ച വിലയുണ്ടായിരുന്നതിനാൽ വലിയ പ്രതീക്ഷയായിരുന്നു ഏലം കർഷകർക്ക്. എന്നാൽ കർഷക പ്രതീക്ഷകൾ കാലവർഷം പൂർണ്ണമായി കവർന്നെടുത്തു. മഴ തോരാതെ നിന്ന് പെയ്തതിനാൽ രോഗം ബാധിച്ചതിന് പിന്നാലെ പ്രതിരോധ മാർഗങ്ങളും സ്വീകരിക്കുവാൻ കർഷകർക്ക് കഴിഞ്ഞില്ല. ഇത് രോഗബാധ വ്യാപകമാകാൻ കാരണമായി. ഈ വർഷം കർഷകരെ സംബന്ധിച്ചിടത്തോളം ഒരു ആശ്വാസത്തിന്റെ തീരുമാനം. ആദ്യകാലങ്ങളിൽ നല്ല വിളവുണ്ടായിരുന്നു. പക്ഷേ അതിനുശേഷം കാലാവസ്ഥ പ്രതികൂലമായതിനാൽ ആദ്യം തന്നെ വളരെ ഭയങ്കരമായ കാറ്റായിരുന്നു. അതോടുകൂടി തന്നെ മരങ്ങൾ ഒടിഞ്ഞു വീഴുകയും തട്ട ഒടിയുകയും കാരണം ശതമാനം ചെടികൾ നശിച്ചു. അതിന് മുന്നിൽ കുരുവെന്ന പോലെയാണ് ഇപ്പോൾ അഴുകൽ രോഗം ബാധിച്ചിരിക്കുന്നത്. ചെറുകിട തോട്ടമല്ല, വലിയ തോട്ടം, എല്ലാ തോട്ടങ്ങൾക്കും ഇപ്പോൾ അടുത്തെടുത്തിരിക്കുന്നത് വളരെ ദൂരത്തിലാണ്. ഈ അഴുകൽ വരുമ്പോൾ ബാക്കി നമുക്ക് കൺട്രോൾ ചെയ്യാം. പക്ഷേ ഇപ്പോൾ ഈ ബോർഡൻസ് ഫിഷിൻ്റെയൊക്കെ വിലയൊക്കെ അനുസരിച്ച് കർഷകർക്ക് യാതൊരു രീതിയിലും അത് താങ്ങാൻ പറ്റാത്തൊരു അവസ്ഥയാണ്. നിലവിൽ ഏലക്കായ്ക്ക് കഴിഞ്ഞ 4 വർഷത്തിനുള്ളിൽ ലഭിക്കുന്ന മികച്ച വിലയാണ് ഇപ്പോൾ ഉള്ളത്. കിലോഗ്രാമിന് 2600 മുതൽ 3200 വരെ ലഭിക്കുന്നുണ്ട്. എന്നാൽ കാലവർഷം പ്രതികൂലമായി ബാധിച്ചതോടെ കർഷകർക്ക് മികച്ച വിലയുടെ ഗുണം ലഭിക്കുന്നില്ല എന്നതാണ് വാസ്തവം. കാലങ്ങളായി കടുത്ത പ്രതിസന്ധി നേരിടുമ്പോഴും ഏലം കർഷകരെ സംരക്ഷിക്കേണ്ട സ്പൈസസ് ബോർഡ് കർഷകർക്ക് വേണ്ട ഒരുവിധ സഹായങ്ങളും നൽകുന്നില്ലെന്നാണ് കർഷകരുടെ പരാതി. ഏലം കർഷകരെ സംരക്ഷിക്കുന്നതിന് കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ അടിയന്തരമായി ഇടപെടണമെന്ന ആവശ്യവും ഉയരുന്നുണ്ട്. സിറ്റി വിഷൻ, രാജാക്കാട്. മഴ വീണ്ടും കനത്തതോടെ ദേശീയപാത 85-ൽ മരം വീഴ്ചയും മണ്ണിടിച്ചിൽ ഭീഷണിയും രൂക്ഷമായി. നവീകരണ ജോലികളുടെ ഭാഗമായി മണ്ണ് നീക്കിയതോടെയാണ് നേരിമംഗലം മുതൽ മൂന്നാർ വരെയുള്ള ഭാഗങ്ങളിൽ ഇടിച്ചിൽ ഭീഷണി രൂപം കൊണ്ടത്. മണ്ണ് നീക്കിയ ഭാഗത്ത് മൺതിട്ടയ്ക്ക് മുകളിൽ ആശങ്കയോടെ കഴിയുന്ന നിരവധി വീടുകളുണ്ട്. നേരിമംഗലം വനമേഖലയിലടക്കം നിലംപതിക്കാവുന്ന നിലയിൽ നിൽക്കുന്ന മരങ്ങളും ധാരാളമാണ്. ഇത്തവണ മഴക്കാലം ആരംഭിച്ച ശേഷം ഏറ്റവും അധികം മരങ്ങൾ നിലംപതിച്ചതും മണ്ണിടിച്ചിലുണ്ടായതുമായ ഇടങ്ങളിലൊന്നാണ് ദേശീയപാത 85-ന്റെ ഭാഗമായ നേര്യമംഗലം മുതൽ മൂന്നാർ വരെയുള്ള ഭാഗം. മഴക്കാലം ആരംഭിച്ചതോടെ ഭീതിയോടെ മാത്രമേ ഇതുവഴി യാത്ര ചെയ്യാനാകൂ. നവീകരണ ജോലികളുടെ ഭാഗമായി മണ്ണ് നീക്കിയതാണ് മണ്ണിടിച്ചിലിനും അടയ്ക്കിടെയുള്ള മരം വീഴ്ചയ്ക്കും കാരണം. കഴിഞ്ഞ മഴക്കാലത്തും സ്ഥിതി സമാനമായിരുന്നു. സംരക്ഷണ ഭിത്തി നിർമ്മാണത്തിനായി മണ്ണ് നീക്കിയിടങ്ങളിൽ മഴയ്ക്ക് മുമ്പേ ഭിത്തിയുടെ നിർമ്മാണം പൂർത്തീകരിക്കാൻ കഴിയാതെ വന്നതും ഓടയുടെ നിർമ്മാണത്തിന് പലയിടത്തും അശാസ്ത്രീയമായി മണ്ണ് നീക്കിയതും ഇപ്പോഴത്തെ പ്രതിസന്ധിക്ക് കാരണമായതായി പറയപ്പെടുന്നു. മണ്ണ് നീക്കിയ പലയിടങ്ങളിലും ഭീമാകരമായ തിട്ട രൂപം കൊണ്ടു. അവയുടെ മുകളിലുള്ള വീടുകൾ പലതും അപകടാവസ്ഥയിലാണ്. ഇടിച്ചിൽ ഭീഷണി മൂലം ചിലർ മറ്റിടങ്ങളിലേക്ക് താമസം മാറി.
നേരിമംഗലം മുതൽ വാളറ വരെയുള്ള വനമേഖല എന്ന് അവകാശപ്പെടുന്ന മേഖലയിൽ കോടതി തന്നെ സ്റ്റേ കൊടുത്തിരിക്കുന്നതിൻ്റെ വെളിച്ചത്തിലാണോ എന്നറിയില്ല. കമ്പനി മൂന്നാർ വരെയുള്ള പണികളിൽ മെല്ലെപ്പോക്ക് നയവും പലയിടങ്ങളിലും നിർത്തിയിട്ടിരിക്കുകയുമാണ്. നിലവിൽ റോഡിൻ്റെ മുകൾ ഭാഗത്തുള്ള നിരവധിയായ വീടുകൾ എപ്പോഴാണ് താഴെ വരുന്നത് എന്ന് അറിയാത്ത അപകടാവസ്ഥയിലാണ്. റോഡിന് താഴ്ഭാഗത്താണെങ്കിൽ കട്ടിങ്ങിൻ്റെ താഴെ പലയിടങ്ങളിലും ജനങ്ങൾ വീടുകളിൽ നിന്ന് മാറി താമസിക്കുന്ന ഒരു സാഹചര്യം കൂടി നിലവിലുണ്ട്. സർക്കാർ ഇതിൽ ഇടപെടുന്നില്ല. NH ഈ ഭാഗത്തേക്ക് തിരിഞ്ഞു നോക്കുന്നില്ല. ഇവിടെ ജനങ്ങളുടെ അവസ്ഥ എന്നുള്ളത് ഏറ്റവും ഭീതിജനകമായ ഒരു സ്ഥിതിയിലാണ് കടന്നു പോകുന്നത്. നേരിമംഗലം വനമേഖലയിൽ മണ്ണ് നീക്കിയ നിരവധിയിടങ്ങളിൽ റോഡിലേക്ക് പതിക്കാവുന്ന വിധം വലിയ മരങ്ങൾ നിൽപ്പുണ്ട്. മൂന്നാർ വരെ ഇതാണ് അവസ്ഥ. മണ്ണിട്ട് നികത്തി ഓടകളും കലുങ്കുകളും അടഞ്ഞതോടെ മഴവെള്ളം കൃഷിയിടങ്ങളിലൂടെ നിരന്നൊഴുകുന്നുവെന്ന പരാതിയും ഉയരുന്നുണ്ട്. മണ്ണ് നീക്കിയിടങ്ങളിൽ സംരക്ഷണ ഭിത്തി നിർമ്മാണം പൂർത്തിയാക്കാൻ വൈകുന്നത് മൂലം ദേശീയപാത തന്നെ ചിലയിടങ്ങളിൽ ഇടിച്ചിൽ ഭീഷണി നേരിടുന്ന സാഹചര്യമുണ്ട്. ശക്തമായ മഴ തുടർന്നാൽ കൂടുതലിടങ്ങളിൽ മണ്ണിടിച്ചിലുണ്ടാകുമോ എന്ന ആശങ്കയിലാണ് വാഹനയാത്രികർ ദേശീയപാത 85 കടന്നുപോകുന്നത്. സിറ്റി വിഷൻ, അടിമാലി. ദേശീയപാത 85 നിർമ്മാണ പ്രതിസന്ധി പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട മുസ്ലിം ലീഗിന്റെ നേതൃത്വത്തിൽ അടിമാലി ഇരുമ്പ് പാലത്ത് ദേശീയപാത ഉപരോധിച്ചു. ഉപരോധ സമരം മുസ്ലിം ലീഗ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് TM സലീം ഉദ്ഘാടനം ചെയ്തു. റോഡിൽ കുത്തിയിരുന്ന് പ്രതിഷേധിച്ച ലീഗ് പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കി. ദേശീയപാത 85 ഭാഗമായ നേരിമംഗലം വനമേഖലയിൽ രൂപം കൊണ്ടിട്ടുള്ള നിർമ്മാണ പ്രതിസന്ധിക്കെതിരെ വിവിധ കേന്ദ്രങ്ങളിൽ നിന്നും വലിയ പ്രതിഷേധമാണ് ഉയർന്നിട്ടുള്ളത്. ദേശീയപാത നിർമ്മാണവുമായി ബന്ധപ്പെട്ട് രൂപം കൊണ്ടിട്ടുള്ള പ്രതിസന്ധി പരിഹരിക്കണമെന്നാവശ്യപ്പെട്ടാണ് മുസ്ലിം ലീഗും പ്രത്യക്ഷ സമരവുമായി രംഗത്ത് വന്നിട്ടുള്ളത്. പ്രതിഷേധ സൂചകമായി ലീഗ് അടിമാലി ഇരുമ്പ് പാലത്ത് ദേശീയപാത ഉപരോധിച്ചു. ലീഗ് ഹൌസിൽ നിന്നും പ്രതിഷേധ പ്രകടനമായിട്ടെത്തിയ പ്രവർത്തകർ ഇരുമ്പുപാലം ടൗണിൽ വഴി തടഞ്ഞു. ഉപരോധ സമരം മുസ്ലിം ലീഗ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് TM സലീം ഉദ്ഘാടനം ചെയ്തു. 9 വർഷമായി നിരന്തരമായി പ്രക്ഷോഭത്തിലും സമരത്തിലും അണിനിരന്നിരിക്കുന്ന നമ്മുടെ ജനങ്ങളെ കൂടുതൽ ശ്വാസം മുട്ടിക്കുന്ന നിലയിൽ അവരുടെ യാത്രാ സൗകര്യങ്ങളും സഞ്ചാര സ്വാതന്ത്ര്യങ്ങളും തടയുന്ന നിലയിലാണ് നമ്മുടെ നാഷണൽ ഹൈവേയുടെ നിർമ്മാണ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് സർക്കാരിന്റെ ഭാഗത്തു നിന്നുണ്ടായിക്കൊണ്ടിരിക്കുന്ന നടപടി. റോഡിൽ കുത്തിയിരുന്നു പ്രതിഷേധിച്ച ലീഗ് പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്തു നീക്കി. ഉപരോധ സമരത്തിൽ മുസ്ലിം ലീഗ് നിയോജക മണ്ഡലം പ്രസിഡന്റ് PA ബഷീർ ആനച്ചാൽ അധ്യക്ഷത വഹിച്ചു. ലീഗ് ജില്ലാ പ്രസിഡന്റ് KMA ഷുക്കൂർ മുഖ്യപ്രഭാഷണം നടത്തി. ലീഗ് ജില്ലാ ജനറൽ സെക്രട്ടറി KS സിയാദ, TK നവാസ്, MB സൈനുദ്ദീൻ, BM റസാഖ്, KS അബ്ദുൽ കലാം, അനസ് ഇബ്രാഹിം തുടങ്ങിയ നിരവധി ലീഗ് നേതാക്കൾ സമരത്തിൽ പങ്കെടുത്ത് സംസാരിച്ചു. സിറ്റി വിഷൻ, അടിമാലി. ദേശീയപാത 85 ഭാഗമായ നേരിമംഗലം വനമേഖലയിൽ രൂപം കൊണ്ടിട്ടുള്ള നിർമ്മാണ പ്രതിസന്ധി പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് ദേശീയപാത സംരക്ഷണ സമിതി ഈ മാസം 31 ആഹ്വാനം ചെയ്തിട്ടുള്ള ദേവികുളം താലൂക്ക് ഹർത്താലിന് പിന്തുണ പ്രഖ്യാപിച്ച UDF ദേവികുളം നിയോജക മണ്ഡലം കമ്മിറ്റി ദേശീയപാത വിഷയത്തിൽ ദേശീയപാത സംരക്ഷണ സമിതി ആഹ്വാനം ചെയ്തിട്ടുള്ള 31 ഹർത്താലിനും ലോങ് മാർച്ചിനും എല്ലാവിധ പിന്തുണയും നൽകുമെന്ന് UDF ദേവികുളം നിയോജക മണ്ഡലം കമ്മിറ്റി ചെയർമാൻ MB സൈനുദ്ദീൻ അടിമാലിയിൽ പറഞ്ഞു. ഹൈറേഞ്ച് നിവാസികളുടെ പൊതുവായ ആവശ്യമെന്ന നിലയിലാണ് UDF ഹർത്താലിന് പിന്തുണ പ്രഖ്യാപിച്ചിട്ടുള്ളതെന്നും MB സൈനുദ്ദീൻ വ്യക്തമാക്കി. NH85 100 അടി വീതി ഉണ്ടെന്ന് ഹൈക്കോടതി പറഞ്ഞ റോഡിൽ 10 മീറ്റർ വീതിക്ക് നിർമ്മാണ പ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ കപട പരിതസ്ഥിതിവാദിയും സംസ്ഥാന സർക്കാരും ചേർന്ന് ഉണ്ടാക്കിയ പുതിയ വിധിയുടെ അടിസ്ഥാനത്തിൽ നിലവിലുള്ള നിർമ്മാണ പ്രവർത്തനം തടഞ്ഞു വച്ചിരിക്കുകയാണ്. ഈ തടച്ചിൽ ഗവൺമെൻറ്റും പരിതസ്ഥിതിവാദിയും ചെയ്ത ഈ കൊടും വഞ്ചനയ്ക്കെതിരെ 31 തീയതി നാഷണൽ ഹൈവേ സംരക്ഷണ സമിതി നടത്തുന്ന ഹർത്താൽ, ലോങ് മാർച്ചും ഹർത്താലും അതിന് എല്ലാവിധ പിന്തുണയും UDFൻ്റെ ഭാഗത്തു നിന്നുണ്ടാകും. ദേവികുളം നിയോജക മണ്ഡലത്തിൽ ഹർത്താൽ ആചരിക്കാനും ഈ സമരം വിജയിപ്പിക്കാനും തീരുമാനിച്ച വിവരം അറിയിച്ചുകൊള്ളുന്നു.
ഉൽപാദനം ആരംഭിച്ച് 1 വർഷം പൂർത്തിയാക്കാൻ ഒരുങ്ങുന്ന ജില്ലയിലെ തൊട്ടിയാർ ജലവൈദ്യുത പദ്ധതി 85.7646 മില്യൺ യൂണിറ്റ് വൈദ്യുതി ഇതിനകം പദ്ധതിയിൽ നിന്ന് ഉൽപ്പാദിപ്പിച്ചു. കഴിഞ്ഞ വർഷം ഒക്ടോബർ 28-നാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ പദ്ധതി നാടിന് സമർപ്പിച്ചത്. വൈദ്യുതി നിലയത്തിലെ 1-ാം നമ്പർ ജനറേറ്റർ കഴിഞ്ഞ വർഷം ജൂലൈ 10-നും 2-ാം നമ്പർ ജനറേറ്റർ സെപ്റ്റംബർ 30-നുമാണ് ഗ്രിഡുമായി ബന്ധിപ്പിച്ച് വാണിജ്യ ഉൽപ്പാദനം ആരംഭിച്ചത്. ജനറേറ്ററുകൾ പ്രവർത്തിപ്പിക്കുവാൻ കുറഞ്ഞ അളവിൽ ജലം മതിയെന്നതാണ് തൊട്ടിയാർ ജലവൈദ്യുത പദ്ധതിയുടെ പ്രത്യേകത. റൺ ഓഫ് ദി റിവർ സംവിധാനമാണ് ഇവിടെ ഒരുക്കിയിട്ടുള്ളത്. പദ്ധതിയുടെ സ്ഥാപിത ശേഷി 40 മെഗാവാട്ടും വാർഷിക ഉൽപാദനം ലക്ഷ്യമിടുന്നത് 99 ദശലക്ഷം യൂണിറ്റുമാണ്. ഇടുക്കി ജില്ലയിലെ ദേവികുളം താലൂക്കിൽ മന്നാങ്കണ്ടം വില്ലേജിലാണ് തൊട്ടിയാർ ജലവൈദ്യുത പദ്ധതി സ്ഥാപിച്ചിരിക്കുന്നത്. പെരിയാറിന്റെ കൈവഴിയായ ദേവിയാറിലെ നീരൊഴുക്കാണ് പദ്ധതിയുടെ ജലസ്രോതസ്. ദേവിയാർ പുഴയിൽ വാളറയിൽ 222 മീറ്റർ നീളവും 7.5 മീറ്റർ ഉയരവുമുള്ള കോൺക്രീറ്റ് തടയണ നിർമ്മിച്ച 60 മീറ്റർ നീളമുള്ള ഒരു കനാൽ വഴി ജലം തിരിച്ചുവിട്ട കുതിരകുത്തിമലയിലെ 2.60 മീറ്റർ വ്യാസവും 199 മീറ്റർ നീളവുമുള്ള തുരങ്കത്തിൽ എത്തിക്കുന്നു. ഇവിടെ നിന്നും 1252 മീറ്റർ നീളമുള്ള പെൻസ്റ്റോക്ക് പൈപ്പ് വഴി കടത്തിവിട്ട പെരിയാർ നദിയിലെ വലതുകരയിൽ സ്ഥാപിച്ച ജലവൈദ്യുതി നിലയത്തിലെത്തിച്ച 10 മെഗാവാട്ടും 30 മെഗാവാട്ടും ശേഷിയുള്ള ജനറേറ്ററുകൾ പ്രവർത്തിപ്പിച്ച വൈദ്യുതി ഉൽപാദനം നടത്തുന്നു. പദ്ധതിയിൽ നിന്നും ഉൽപ്പാദിപ്പിക്കുന്ന വൈദ്യുതി ലോവർ പെരിയാർ തൊട്ടിയാർ ഫീഡറിലേക്കും തൊട്ടിയാർ ചാലക്കുടി ഫീഡറിലേക്കും എത്തിക്കുന്നു. കൂടാതെ പെരിയാർ നദിക്ക് കുറുകെ നീണ്ടപാറയ്ക്ക് സമീപത്തായി 110 മീറ്റർ നീളമുള്ള പാലവും നിർമ്മിച്ചിട്ടുണ്ട്. 188 കോടി രൂപയാണ് തൊട്ടിയാർ ജലവൈദ്യുത പദ്ധതിയുടെ ആകെ നിർമ്മാണ ചിലവ്. സിറ്റി വിഷൻ അടിമാലി. 2 കിലോയിലധികം കഞ്ചാവുമായി വെസ്റ്റ് ബംഗാൾ സ്വദേശികൾ പിടിയിൽ. മുർഷിദാബാദ് സ്വദേശികളായ റഫീഖുൽ സെഖ്, ലോഡി മുണ്ടൽ എന്നിവരെയാണ് അടിമാലി പോലീസ് പിടികൂടിയത്. രഹസ്യവിവരത്തിന്റെ അടിസ്ഥാനത്തിൽ ഇവരുടെ താമസ സ്ഥലത്ത് നടത്തിയ പരിശോധനയിലാണ് കഞ്ചാവ് കണ്ടെത്തിയത്. വിൽപ്പനയ്ക്കായാണ് കഞ്ചാവ് സൂക്ഷിച്ചിരുന്നതെന്നും പോലീസ് വ്യക്തമാക്കി. അടിമാലി CI ലൈജിമോൻ CV, SIമാരായ ജിബിൻ തോമസ്, ഷാജി PP, സീനിയർ സിവിൽ പോലീസ് ഓഫീസർ ലാൽ, സിവിൽ പോലീസ് ഓഫീസർ സബിത, കൂടാതെ ജില്ലാ പോലീസ് മേധാവിയുടെ ഡാൻസ് ഓഫ് ടീം എന്നിവരുടെ നേതൃത്വത്തിലാണ് കഞ്ചാവ് സഹിതം പ്രതികളെ പിടികൂടിയത്. ഇടവേള. മൂടിവെക്കപ്പെട്ട സത്യങ്ങൾ, നീതി തേടുന്ന ജനങ്ങൾ, കണ്ടിട്ടും കാണാത്ത അധികൃതർ തുറന്നു കാട്ടുകയാണ് സിറ്റി വിഷൻ. ഇനിയും പുറത്തു വരാത്ത നേരിന്റെ വലിയ കഥകൾ തേടിയൊരു യാത്ര. ദ ബിഗ് സ്റ്റോറി. ആദ്യമായിട്ടായിരുന്നു അവൾക്കൊരു സമ്മാനം വാങ്ങാൻ പോകുന്നത്. പക്ഷേ അവളുടെ ഇഷ്ടങ്ങളൊക്കെ മറ്റൊന്നായിരുന്നു. എനിക്ക് നിറവേറ്റാവുന്നതിലും അപ്പുറം. എന്റെ കുഞ്ഞു സമ്മാനങ്ങളൊന്നും അവളെ സന്തോഷപ്പെടുത്തിയില്ല. അപ്പോഴാണ് അവൾക്ക് നേരെ ആ കൈകൾ നീളുന്നത്. അന്ന് അവളുടെ മുഖത്ത് കണ്ട ചിരി അതൊരു വിശ്വാസത്തിന്റെ പാരമ്പര്യമാണ്. നിങ്ങളുടെ സ്നേഹം പോൽ പരിശുദ്ധമായ സ്വർണം വിശ്വസ്തയോടെ ആലുങ്കൽ ജ്വല്ലറി, NH റോഡ്, അടിമാലി. ഞങ്ങൾ നഗരമധ്യത്തിലല്ല, ജനമധ്യത്തിലാണ്. ഇതാണ് സാധനം. ഇവനെ അങ്ങ് പ്രയോഗിച്ചാൽ ഏതേലവും സൂപ്പറായിട്ട് കായ്ക്കും. എല്ലാ പൂക്കളും കായാകുന്നതിന് ബെൻസാവൈറ്റ്, ചൊറിയില്ലാത്ത കായ്കൾക്കായി സൾഫോസ്, കൂടാതെ അമിൻഡ, ഹീര, ഡോറിസ്, വെൽവെറ്റ്. കർഷകന്റെ പ്രതീക്ഷയ്ക്കൊത്ത ഉൽപാദനം വർദ്ധിക്കാൻ വൈറ്റ് ഫീൽഡ് ഇന്റർനാഷണലിന്റെ ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കൂ. വീണ്ടും വാർത്തകളിലേക്ക്.
മൂന്നാറിലെത്തുന്ന വിനോദസഞ്ചാരികൾക്ക് സാഹസികതയും വിനോദവും പകരുന്ന പുതിയ ഡോം തിയേറ്റർ പദ്ധതിയുമായി DTPC. മൂന്നാർ ഗവൺമെന്റ് ബൊട്ടാണിക്കൽ ഗാർഡനിലാണ് 360 ഡിഗ്രി സൂപ്പർ റിയാലിറ്റി ഡോം തിയേറ്റർ നിർമ്മിച്ചിരിക്കുന്നത്. കൂടുതൽ സഞ്ചാരികളെ ഗാർഡനിലേക്ക് ആകർഷിക്കുകയെന്ന ലക്ഷ്യത്തോടെയാണ് പുതിയ പദ്ധതിക്ക് രൂപം നൽകിയിട്ടുള്ളത്. ജില്ലയിൽ രണ്ടാമത്തെ ഡോം തിയേറ്ററാണ് മൂന്നാറിലെ ബൊട്ടാണിക്കൽ ഗാർഡനിൽ സജ്ജീകരിച്ചിരിക്കുന്നത്. തിയേറ്ററിനുള്ളിൽ പൂർണ്ണമായി നിറഞ്ഞു നിൽക്കുന്ന സ്ക്രീനിൽ 3D ഗ്ലാസുകളില്ലാതെ തന്നെ ത്രില്ലിംഗ് ദൃശ്യങ്ങൾ കാണാനാകും. പേടിപ്പെടുത്തുന്നതും രസകരവുമായ ചെറു സിനിമകൾ കണ്ട് ആസ്വദിക്കാൻ കഴിയുന്ന വിധം ഡോം തിയേറ്ററിൽ ഒരേ സമയം 30 പേരെ വരെ ഉൾക്കൊള്ളാൻ കഴിയുന്ന സംവിധാനമാണ് ഒരുക്കിയിരിക്കുന്നത്. കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ആസ്വദിക്കാൻ കഴിയുന്ന തരത്തിലാണ് തിയേറ്റർ സജ്ജീകരിച്ചിരിക്കുന്നത്. മൂന്നാർ ഗവൺമെൻറ് ബൊട്ടാണിക്കൽ ഗാർഡനിൽ നമ്മുടെ മൂന്നാർ പ്രദേശത്ത് ആദ്യമായി 360 ഡോം തിയേറ്റർ നമ്മുടെ മൂന്നാർ ഗവൺമെൻറ് ബൊട്ടാണിക്കൽ ഗാർഡൻ സജ്ജമാക്കിയിരിക്കുകയാണ്. 360 വ്യൂവിലുള്ള കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ആസ്വദിക്കാൻ സാധിക്കുന്ന അഡ്വഞ്ചറും ഫണ്ണുമായിട്ടുള്ള മൂവീസാണ് ഇവിടെ സെറ്റ് ചെയ്തിരിക്കുന്നത്. നമ്മുടെ വിനോദസഞ്ചാരികൾക്ക് പുതിയ ഒരു അനുഭവം പ്രദാനം ചെയ്യുന്നതിന് വേണ്ടിയാണ് നമ്മൾ പുതുതായിട്ട് ഈ ഡോം തിയേറ്റർ ഇവിടെ സജ്ജമാക്കിയിരിക്കുന്നത്. സ്വകാര്യ സംരംഭകരും DTPCയും സഹകരിച്ച് 80 ലക്ഷത്തോളം രൂപ ചെലവിട്ടാണ് തിയേറ്റർ നിർമ്മിച്ചത്. അടുത്ത ദിവസം തിയേറ്റർ സഞ്ചാരികൾക്കായി തുറന്നു നൽകും. ബൊട്ടാണിക്കൽ ഗാർഡനിൽ ഒരുക്കുന്ന ഗ്ലാസ് വാച്ച് ടവറിന്റെ നിർമ്മാണം അവസാന ഘട്ടത്തിലാണ്. സിറ്റി വിഷൻ, മൂന്നാർ. സമൂഹത്തിന്റെ വിവിധ മേഖലകളിൽ ആത്മാർത്ഥതയോടെയും ലാഭേച്ഛ കൂടാതെയും പ്രവർത്തിക്കുന്നവരെ കണ്ടെത്തി അംഗീകരിക്കാൻ മാധ്യമങ്ങൾ മുന്നോട്ട് വരണമെന്ന് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് രാരിച്ചൽ നീറനാക്കുന്നേൽ. മൂലമറ്റത്ത് മാധ്യമ കൂട്ടായ്മ നടത്തിയ സാമൂഹ്യ പ്രവർത്തകരെ ആദരിക്കുന്ന ചടങ്ങ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. മൂലമറ്റം പ്രസ് ക്ലബിന്റെ 2ാം വാർഷികത്തോടനുബന്ധിച്ച് സമൂഹത്തിന്റെ വിവിധ മേഖലകളിൽ പ്രാഗൽഭ്യം തെളിയിച്ചവരെ ആദരിച്ചു. സാമൂഹ്യ സേവന മേഖലയിൽ വെള്ളിയാമറ്റം സ്വദേശി സജി ജോസഫ്, ആലക്കാത്തളം ഗോത്രവർഗക്കാരുടെ ഉന്നമനത്തിനു വേണ്ടി പ്രവർത്തിക്കുന്ന KB ശങ്കരൻ, ആരോഗ്യ മേഖലയിലെ മികച്ച പ്രവർത്തനങ്ങൾക്ക് TV ടോമി, സർക്കാർ സർവീസിലെ മികച്ച സേവനങ്ങൾ നൽകുന്ന R ബിജുമോൻ, മാധ്യമരംഗത്തെ പ്രവർത്തന മികവ് സാബു നെയ്യശ്ശേരി, ജോയി കിഴക്കൽ എന്നിവരെയാണ് ആദരിച്ചത്. മൂലമറ്റത്ത് നടന്ന ചടങ്ങിൽ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് രാരിച്ചൻ നീർണാങ്കുന്നിൽ പ്രശംസാപത്രവും ഉപഹാരവും കൈമാറി. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് രാരിച്ചൻ സാറിനെ ക്ഷണിക്കുകയാണ്. ഇവിടുത്തെ ഒരു വലിയ ശക്തിയാണ് മൂലമറ്റം പ്രസ് ക്ലബ്ബ് എന്ന് ഞാൻ അവിടെ സൂചിപ്പിക്കും. നമുക്കറിയാം, ഈ നാടിൻ്റെ യഥാർത്ഥ കാവൽഭടന്മാര് ഇവിടുത്തെ മാധ്യമ പ്രവർത്തകരാണെന്ന് ഞാൻ അഭിമാനപുരസ്സരം പറയും. എവിടെ തെറ്റ് കണ്ടാലും എന്തെങ്കിലും മൂല്യച്യുതി ഉണ്ടായാലും അത് ഏത് മേഖലയായിക്കോട്ടെ, രാഷ്ട്രീയമായിക്കോട്ടെ. സോമി മുണ്ടയ്ക്കൽ അധ്യക്ഷനായി. മാധ്യമപ്രവർത്തകർക്ക് മുതലക്കോടം ഹോളി ഫാമിലി ആശുപത്രിക്ക് നൽകിയ പ്രിവിലേജ് കാർഡ് ജില്ലാ പഞ്ചായത്ത് അംഗം പ്രൊഫസർ MJ ജേക്കബ് കൈമാറി. അറക്കുളം പഞ്ചായത്ത് പ്രസിഡന്റ് KS വിനോദ്, പഞ്ചായത്ത് അംഗം സിനി തോമസ് എന്നിവർ സംസാരിച്ചു. സിറ്റി വിഷൻ, തൊടുപുഴ. ഇടുക്കി ജില്ലയിൽ ഏറ്റവും അധികം വിദ്യാർത്ഥികൾ പഠിക്കുന്ന കല്ലാർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിന് മുൻപിലെ അപകടകരമായ ട്രാൻസ്ഫോമറും വൈദ്യുതി ലൈനും നീക്കം ചെയ്യണമെന്ന ആവശ്യം ശക്തമാകുന്നു. നിരവധി പരാതികളെ തുടർന്ന് വൈദ്യുതി ലൈൻ മാറ്റി സ്ഥാപിക്കുവാൻ ഉത്തരവുണ്ടായിട്ടും ഇനിയും അധികൃതർ യാതൊരുവിധ നടപടിയും സ്വീകരിച്ചിട്ടില്ല. ജില്ലയിലെ ഏറ്റവും അധികം വിദ്യാർത്ഥികൾ പഠിക്കുന്ന പൊതുവിദ്യാലയമായ കല്ലാർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ മാതൃകാ പച്ചത്തുരുത്താണ് ഇത്. 5 വർഷം മുമ്പ് സ്ഥാപിച്ച ഈ പാർക്കിലെ മരങ്ങൾ വളർന്ന് പന്തലിച്ചു. മുളക്കൊമ്പുകൾ 30 മീറ്ററിലധികം വളർന്നു. ഇതിപ്പോൾ മുട്ടി നിൽക്കുന്നത് 36 kV ലൈനിലാണ്. ഇതിന് തൊട്ട് താഴെയായി കുട്ടികൾ കളിക്കുന്ന ഗ്രൗണ്ടാണ്. ഇതിനു മുകളിലൂടെയാണ് ഹൈടെൻഷൻ വൈദ്യുതി ലൈൻ കടന്നു പോകുന്നത്. ഈ അപകടാവസ്ഥയ്ക്ക് പിന്നാലെയാണ് സ്കൂളിന് സമീപത്തായി റോഡിലേക്ക് ഇറക്കി സ്ഥാപിച്ചിട്ടുള്ള ട്രാൻസ്ഫോമർ ഉള്ളത്. ഇതുൾപ്പെടെ മാറ്റി സ്ഥാപിച്ച അപകടാവസ്ഥ ഒഴിവാക്കണമെന്നാണ് ഉയരുന്ന ആവശ്യം. സ്ഥിതി ചെയ്യുന്ന ഈ ട്രാൻസ്ഫോമർ കല്ലാർ ഗവൺമെൻറ് ഹൈസ്കൂളിൽ ആയിരക്കണക്കിന് കുട്ടികൾ പഠിക്കുന്ന, അവർ കടന്നു പോകുന്ന മുണ്ടീരിമ കോമ്പയാർ റോഡിൻ്റെ ഓരത്തോട് ചേർന്ന്, വഴിയോട് സൈഡ് ചേർന്നാണ് ഈ ട്രാൻസ്ഫോമർ ഇവിടെ സ്ഥിതി ചെയ്യുന്നത്. ഇത് വളരെ അപകടകരമായ രീതിയിലാണ്
ഈ ട്രാൻസ്ഫോമർ ഇവിടെ സ്ഥാപിച്ചിരിക്കുന്നത്. ഇത് ഇവിടുന്ന് മാറ്റി സ്ഥാപിക്കേണ്ട വളരെ അടിയന്തരമായ അത്യന്താപേക്ഷിതമായ കാര്യമാണ്. കാരണം എന്താണെന്ന് ചോദിച്ചാൽ ആയിരക്കണക്കിന് കുട്ടികൾ കടന്നു പോകുമ്പോൾ വാഹനങ്ങൾ വരുമ്പോൾ അവർക്കൊന്ന് മാറി നിൽക്കാൻ പോലും പറ്റുകയില്ലാത്ത രീതിയിൽ വഴിയോട് ഓരം ചേർന്നാണ്, വളരെ അടുത്താണ് വഴിയോട് ചേർന്ന് ഈ ട്രാൻസ്ഫോമർ ഇവിടെ സ്ഥിതി ചെയ്യുന്നത്. അധികൃതർ അടിയന്തര നടപടി സ്വീകരിക്കണമെന്നാണ് നാട്ടുകാരുടെയും വിദ്യാർത്ഥികളുടെയും രക്ഷിതാക്കളുടെയും ആവശ്യം. സിറ്റി വിഷൻ, നെടുങ്കണ്ടം. രാജക്കാട് വൈസ്മെൻസ് ക്ലബ് അടിമാലി ഗ്ലോബൽ കാർഡിയാക് സെന്ററിന്റെ നേതൃത്വത്തിൽ സൗജന്യ ഹൃദ്രോഗ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു. നെടുങ്കണ്ടം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KT കുഞ്ഞ് ഉദ്ഘാടനം നിർവഹിച്ചു. യുവാക്കളിലടക്കമുണ്ടാക്കുന്ന ഹൃദ്രോഗം തുടക്കത്തിൽ കണ്ടെത്തുകയും വേണ്ട ചികിത്സ ലഭ്യമാക്കുകയും ചെയ്യുക എന്ന ലക്ഷ്യത്തോടെയാണ് രാജാക്കാട് വൈസ്മെൻസ് ക്ലബ്ബ് അടിമാലി ഗ്ലോബൽ കാർഡിയാക് സെന്ററിന്റെയും നേതൃത്വത്തിൽ രാജാക്കാട് വൈസ്മെൻ സ്ക്വയറിൽ സൗജന്യ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചത്. ഹൃദ്രോഗ മെഡിക്കൽ ക്യാമ്പ് നെടുങ്കണ്ടം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KT കുഞ്ഞ് ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ സംസ്ഥാനത്തും ഇന്ത്യയിലും നമ്മുടെ പ്രദേശത്തും ഹൃദയരോഗികളുടെ എണ്ണം അനുദിനം വർദ്ധിച്ചു വരികയാണ്. അതിന് സമയബന്ധിതമായി രോഗനിർണയം നടത്തി ചികിത്സിക്കുക എന്നതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അതിനു വേണ്ടിയിട്ടുള്ളൊരു ക്യാമ്പാണ് ഇവിടെ നടക്കുന്നത്. ഈ ക്യാമ്പ് സംഘടിപ്പിച്ച ബഹുമാനപ്പെട്ട പ്രസിഡന്റ് KR നാരായണൻ അധ്യക്ഷത വഹിച്ചു. ബ്ലോക്ക് മെമ്പർ കിങ്ങിണി രാജേന്ദ്രൻ, വിൻസോ തോമസ്, R ബാലൻപിള്ള, ജോഷി കന്യാകുഴി, AK ഷാജി, ബോസ് തകിടിയൽ, VS ബിജു, VC ജോൺസൺ, കാർഡിയാക് സെന്റർ MD രാജേഷ് രാഘവൻ എന്നിവർ പ്രസംഗിച്ചു. ഡോക്ടർ പോൾ ആന്റണി ബോധവൽക്കരണ ക്ലാസ് നയിച്ചു. ഡോക്ടർ R കപിൽ, ഡോക്ടർ പോൾ ആന്റണി, ഡോക്ടർ അരുൺ, ഡോക്ടർ ഫിലിപ്പോസ്, ജോൺ എന്നിവർ ക്യാമ്പിന് നേതൃത്വം നൽകി. സിറ്റി വിഷൻ, രാജാക്കാട്. ഇടുക്കിയിൽ NGO യൂണിയൻ നടത്തിയ മാർച്ചിലും ധർണയിലും പ്രതിഷേധമിരമ്പി. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് NGO യൂണിയൻ ജില്ലയിൽ തൊടുപുഴ, ഇടുക്കി, കട്ടപ്പന, നെടുങ്കണ്ടം എന്നിവിടങ്ങളിലായാണ് മാർച്ചും ധർണയും നടത്തിയത്. നെടുങ്കണ്ടത്ത് നടന്ന മാർച്ചിൽ 100 കണക്കിന് പ്രവർത്തകർ പങ്കെടുത്തു. നെടുങ്കണ്ടം പഞ്ചായത്ത് ഓഫീസ് പരിസരത്ത് നിന്നും ആരംഭിച്ച മാർച്ചിൽ 100 കണക്കിന് പ്രവർത്തകരാണ് പങ്കെടുത്തത്. പടിഞ്ഞാറെ കവലയിൽ വികസന സമിതി സ്റ്റേജിൽ സമാപിച്ച ജാഥയ്ക്ക് ശേഷം ധർണാ സമരവും നടന്നു. സമരം NGO യൂണിയൻ സംസ്ഥാന കമ്മിറ്റി അംഗം ബൈജു പ്രസാദ് ഉദ്ഘാടനം ചെയ്തു. ബിജെപിയുടെ നേതൃത്വത്തിലുള്ള കേന്ദ്ര ഗവൺമെന്റ് രാജ്യത്ത് അധികാരത്തിൽ വന്നിട്ട് ഒരു പതിറ്റാണ്ട് പിന്നിടുകയാണ്. 10 വർഷം മുമ്പ് ഈ രാജ്യത്ത് അധികാരത്തിൽ വന്ന 2014 മെയ് മാസം ഈ രാജ്യത്തെ ജനങ്ങളോട് 142 കോടി ജനങ്ങളോട് രാജ്യം ഭരിക്കുന്ന ഭരണാധികാരികൾ ബിജെപിക്കാർ മുന്നോട്ട് വെച്ച കുറേയേറെ ആവശ്യമല്ലെങ്കിൽ മുദ്രാവാക്യങ്ങളല്ലെങ്കിൽ എന്താണ് നമ്മളെല്ലാം വോട്ട് ചെയ്യാൻ വേണ്ടി ആകർഷിക്കുന്ന ചില കാര്യങ്ങൾ പറഞ്ഞു. യോഗത്തിൽ നേതാക്കളായ PA ജയകുമാർ, ടൈറ്റസ് പൗലോസ്, K ശിവാനന്ദൻ, നിബിഎം, സുജോ P ജോൺ തുടങ്ങിയവർ പ്രസംഗിച്ചു. ജനപക്ഷ ബദൽ നയങ്ങൾ ശക്തിപ്പെടുത്തുക, നവകേരള നിർമ്മിതിയിൽ പങ്കാളികളാക്കുക, കേന്ദ്ര സർക്കാരിന്റെ ജനതൊഴിലാളി വിരുദ്ധ നയങ്ങൾ തിരുത്തുക, കേന്ദ്ര സംസ്ഥാന സാമ്പത്തിക ബന്ധങ്ങൾ പുനഃസംഘടിപ്പിക്കുക, കേരളത്തെ തകർക്കുന്ന കേന്ദ്ര നയം തിരുത്തുക, PFRDA നിയമനം പിൻവലിക്കുക, NPS UPS പിൻവലിച്ച പഴയ പെൻഷൻ പദ്ധതി പുനഃസ്ഥാപിക്കുക, 12ാം ശമ്പള പരിഷ്കരണ നടപടികൾ ഉടൻ ആരംഭിക്കുക, കുടിശ്ശിക ക്ഷാമബത്ത് അനുവദിക്കുക, സിവിൽ സർവീസിനെ തകർക്കുന്ന കേന്ദ്ര നയങ്ങൾക്കെതിരെ അണിനിരക്കുക തുടങ്ങിയ മുദ്രാവാക്യങ്ങൾ ഉയർത്തിയാണ് മാർച്ചും ധർണയും സംഘടിപ്പിച്ചത്. സിറ്റി വിഷൻ, നെടുങ്കണ്ടം. ഓൾ കേരള ഫോട്ടോഗ്രാഫേഴ്സ് അസോസിയേഷൻ നെടുങ്കണ്ടം യൂണിറ്റിന്റെ നേതൃത്വത്തിൽ ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചു. ജീവിതശൈലി രോഗങ്ങളും യോഗയും എന്ന വിഷയത്തിൽ നടന്ന ക്ലാസിന് യോഗ ഇൻസ്ട്രക്ടറായ KK സുരേഷ് നേതൃത്വം നൽകി. നെടുങ്കണ്ടം ശ്രീ പാർത്ഥസാരഥി ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്ന യോഗത്തിൽ നിരവധി പ്രവർത്തകർ പങ്കെടുത്തു. ജീവിതശൈലിയിലെ പ്രതിസന്ധികൾ, അനിയന്ത്രിതമായ ഭക്ഷണശീലങ്ങൾ, ശാരീരിക മാനസിക സമ്മർദ്ദങ്ങൾ എന്നിവയെക്കുറിച്ചുള്ള ചർച്ചകളും ഇത്തരം പ്രതിസന്ധികളിൽ യോഗയുടെ പ്രാധാന്യവും വിവരിക്കുന്നതായിരുന്നു ക്ലാസ്. കൺട്രോൾ ഓഫ് തോട്ട് പ്രോസസ്, നമ്മുടെ ചിന്തകളെ നിയന്ത്രിക്കലാണ് യോഗ എന്നാണ്. ചിന്തകളെ നിയന്ത്രിക്കലാണ്. കാരണം എല്ലാ പ്രശ്നങ്ങൾക്കും കാരണം നമ്മുടെ അനാവശ്യമായ ചിന്തകൾ, അതിനെ നിയന്ത്രിക്കലാണ്
യോഗ എന്നാണ് പതഞ്ജലി പഠിച്ചത്. അതിനുള്ള ടെക്നിക്കുകൾ അദ്ദേഹം പറയുന്നുണ്ട്. 8 ഘടകങ്ങൾ പറയുന്നുണ്ട്. യമം, നിയമം, ആസനം, പ്രാണായാമം, പ്രത്യാഹാര, ധാരണ, ധ്യാനം, സമാധി എന്ന് പറയുന്ന 8 ഘടകങ്ങളെ കുറിച്ച് അദ്ദേഹം പറയുന്നത്. യമം, നിയമം, ആസനം വെച്ചാൽ യമം എന്ന് പറയുന്നത് എന്താണ്? നമുക്ക് പറയാം ഇവിടെ സോഷ്യൽ കോൺടാക്ട്. യമം ക്ലാസ്സിൽ പങ്കെടുത്തവർക്ക് പ്രായോഗിക യോഗ ഡെമോൺസ്ട്രേഷൻ നൽകി. യൂണിറ്റ് പ്രസിഡന്റ് സുരേഷ് ആതിരയുടെ അധിപതിയിൽ പിറന്ന യോഗത്തിൽ ഭാരവാഹികളായ നിതിൻ ഡാവിഞ്ചി, മാത്തിക്കുട്ടി പൗവത്ത്, ബിജോ മാങ്ങാട്ട്, ഗ്രീഷ്മ ഹണി, ജോസ് പ്രഭാത്, ജോബിൻ ജോസ് തുടങ്ങിയവർ പ്രസംഗിച്ചു. സിറ്റി വിഷൻ, നെടുങ്കണ്ടം. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കാട്ടാനാക്രമണത്തിൽ ടാപ്പിംഗ് തൊഴിലാളിക്ക് ദാരുണാന്ത്യം. പെരുവന്താനം പഞ്ചായത്തിലെ മദമ്പയിലാണ് ടാപ്പിംഗ് തൊഴിലാളിയായ കാഞ്ഞിരപ്പള്ളി തമ്പലക്കാട് സ്വദേശി പുരുഷോത്തമനെ കാട്ടാന കൊലപ്പെടുത്തിയത്. മണ്ണിടിച്ചിലുണ്ടായ മൂന്നാർ ദേവികുളം റോഡിൽ ഗതാഗതം പുനഃസ്ഥാപിക്കുന്നതിനുള്ള ശ്രമം ആരംഭിച്ചു. വൻതോതിൽ ഇടിഞ്ഞെത്തിയ മണ്ണ് നീക്കാൻ ദിവസങ്ങൾ വേണ്ടിവരും. കാലാവസ്ഥ അനുകൂലമായത് ആശ്വാസം. മുന്നറിയിപ്പുകൾക്ക് പുല്ലുവില. അപകടങ്ങൾ തുടർക്കഥയായിട്ടും അപകട ഭീഷണി ഉയർത്തി നിൽക്കുന്ന മരങ്ങൾ മുറിച്ചു നീക്കാൻ നടപടിയില്ല. സംസ്ഥാന ദേശീയ പാതയോരത്തും നിലം പൊത്താറായി നിരവധി മരങ്ങൾ. കാറ്റും മഴയും നാശം വിതച്ചതിനൊപ്പം ഏലച്ചെടികൾ കാഴുകൽ രോഗബാധയും വ്യാപകമാകുന്നു. രോഗബാധ വരും കാല ഉൽപാദനത്തെയും പ്രതികൂലമായി ബാധിക്കും. സർക്കാർ സഹായം കാത്ത കർഷകർ. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.